ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ രാവിലെ 5 മണിക്ക് ഏറ്റു 5:30ക്കാണ് രാവിലെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമുക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റേഴ്സ് ജീപ്പിന് പോയിട്ട് ദെൻ നമുക്ക് പിന്നാണ് ഓരോ മൗണ്ടൻസ് ഹൈക്ക് ചെയ്യുന്നത്. സോ ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമയം രാവിലെ 5:15 5:30ക്ക് തന്നെ നമ്മൾ ജീപ്പിൽ കയറും ആൻഡ് നമുക്ക് മീശപ്പുലിമല കാണാം. ഇതാണ് കേട്ടോ രാവിലെ കേൾക്കുമ്പോഴുള്ള ബേസ് ക്യാമ്പിലെ കാഴ്ച. ടെൻറ്റിനുള്ളിൽ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ടോർച്ചൊക്കെ തെളിച്ച് ടെൻറ്റ് നല്ല റെഡായിട്ട് നിൽപ്പുണ്ടാവും. അതുപോലെ സ്കൈയും കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ. രാവിലെ ബ്രെഡും ചാമും ചായയും കുടിച്ചിട്ടാട്ടോ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തിരക്കാണ് ഈ കാണുന്നത്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിത് നേരെ ജീപ്പിൽ കയറി ഓഡോ മാൻഷനിലേക്ക് ചെല്ലണേ. നമ്മൾ പോകുന്ന റൂട്ടിലുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ മീശപ്പുലിമലയിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്നാണ്, ഓഡോ മാൻഷനിൽ നിന്നാണ്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ആദ്യം ഇതൊക്കെയാണ് നമ്മുടെ ജീപ്പ് ചേട്ടന്മാർ. നമ്മുടെ ഗസ്റ്റിനെ ഹാപ്പി ആക്കിയിരുന്നാൽ ഇവർക്ക് ഒരു പങ്കുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ സീ ലെവലിന് ഏകദേശം ഒരു 8000 ഫീറ്റ് മുകളിലാണ് കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഹയസ്റ്റ് സ്റ്റേ ആണ് ഈ മീശപ്പുലിമലയുടെ അടുത്തുള്ള ഒരു ഓഡോ മാൻഷൻ എന്ന് പറഞ്ഞ സ്റ്റേ. ആ സ്റ്റേയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് ഒരു 6 കിലോമീറ്റേഴ്സ് ജീപ്പിൽ വരുമ്പോഴാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് മല കയറിയിട്ടാണ് നമ്മൾ സൺറൈസ് കാണുക. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റേ. ഞാനിതുവരെ ഓഡോ മാൻഷൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒന്നും കണ്ടിട്ടില്ലായിരുന്നേ. അപ്പോൾ അതെന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ഏണിയിൽ കയറി പോവുകയാണ്. കുറച്ച് ഇളക്കൊക്കെ ഉള്ള ഏണിയായിരുന്നു, പക്ഷെ നമുക്ക് എന്താ വ്യൂ ആണ് മുഖ്യം. അപ്പോൾ എന്തായാലും കയറിയല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ ടോപ്പിലെത്തിയപ്പോൾ കിട്ടിയ വ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് സോളാർ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കയറേണ്ട ഫസ്റ്റ് മലയാണ് അത്. അതും കഴിഞ്ഞ് നമ്മുടെ ജീപ്പുകളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചപ്പോൾ ഇന്ന് ടോട്ടൽ 38 ജീപ്പ് വന്ന് കിടപ്പുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ അടുക്കിട്ടേക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഈ സപ്ലൈക്ക് നമ്മുടെ സമയമായിരുന്നു. നമുക്ക് ഫസ്റ്റ് മല ഹൈക്ക് ചെയ്ത് സൺറൈസ് പോയിന്റിൽ എത്തണം. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് മലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ സൺറൈസ് പോയിന്റ് എത്തിയപ്പോൾ തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കാരണം നല്ല അടിപൊളി സൺറൈസും കുറേ ക്ലൗഡ് ബിഡും നമുക്കൊന്ന് കിട്ടി കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് കിട്ടിയോണ്ട് തന്നെ നല്ലൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നേ. അങ്ങനെ നമ്മുടെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് കണ്ടല്ലേ. അതുപോലെ തന്നെ ആ ആകാശത്തൊട്ട് നിൽക്കുന്ന മലയിലാണ് കേട്ടോ നമുക്ക് എത്തിപ്പെടേണ്ടത്. അതാണ് മീശപ്പുലിമല. നമ്മുടെ 4ാമത്തെ മല എത്തിയപ്പോഴത്തേക്കും ഇതായിരുന്നു കേട്ടോ കാഴ്ച. നമുക്ക് ടോട്ടൽ 8 മലയാണ് കയറാനുള്ളത്. അതിൽ 6ാമത്തെ മലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞയാണ് കേട്ടോ. ഇറങ്ങുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. സോ മീശപ്പുലിമലയുടെ ക്ലൗഡ് ബഡ് വ്യൂസൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞാണ്, മഞ്ഞ് കാണിച്ചു തരാം. നമ്മൾ 8 മലകളും താണ്ടി മുകളിലെത്തിയപ്പോഴത്തേക്കും ക്ലൗഡ് ബെഡൊക്കെ പോയി ഫുള്ള് മഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മീശപ്പുലിമല ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞാണ്. പക്ഷെ ആ മഞ്ഞ് പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ ട്രക്കിങ്ങിനിടയ്ക്ക് എനിക്ക് കൂടെ ട്രക്ക് ചെയ്യാൻ ഒരാളെ കിട്ടി. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, എല്ലാം കണ്ടുപിടിക്കണം. പക്ഷേ ഇതിൻ്റെ കണ്ണൊക്കെ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഈ മീശപ്പുലിമല ട്രക്കിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറുന്നത് ഒരു റോഡ് കൂടി ആയിരിക്കും, അതുപോലെ തിരിച്ചിറങ്ങുന്നത് വേറൊരു റോഡ് കൂടി ആയിരിക്കും. സോ അത് നമുക്ക് ഇച്ചിരി ഈസിയാണ്. ഓഡോ വാലി എന്ന് പറയുന്നൊരു ഫ്ലവർ വാലി കൂടിയാണ് ആ ഒരു ട്രക്ക്. ആ ഒരു വാലിൻ്റെ വിഷ്വൽസാണ് ഞങ്ങളെ മുമ്പ് കാണിച്ചത്. സോ ഇവിടെ ഒരു ലാസ്റ്റ് ഒരു മല മാത്രം നമുക്ക് തിരിച്ചു വരുന്ന റൂട്ടിൽ കയറാനുള്ളൂ. പിന്നെ തിരിച്ചു കഴിഞ്ഞാൽ ഒരു വാലി, ഒരു പൈൻ വാലി, ഒരു ചെക്ക് ഡാമൊക്കെയാണ് നമുക്കുള്ളത്. സോ മീശപ്പുലിമല കണ്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞായിരുന്നു. എൻ്റെ കമ്പാനി എൻ്റെ കൂടെ ഉണ്ട്. മഞ്ഞായിരുന്നു,
ബട്ട് മഞ്ഞാണെങ്കിലും മീശപ്പുലിമല ഈസ് ബ്യൂട്ടിഫുൾ ഇൻ എവറി ക്ലൈമറ്റ്. സോ അതുകൊണ്ടൊരു പ്രശ്നമില്ല. ആ മഞ്ഞ് കൊണ്ട് എന്താ ഞങ്ങൾ എല്ലാവരും എന്താ തിരിച്ചാക്കുന്നു. ഇന്ന് ഏകദേശം ഒരു 200 പേര് മുകളിൽ നമ്മൾ മീശപ്പുലിമല വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കെന്താ പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബേസ് ക്യാമ്പ് നമ്മൾ ചെല്ലും. ജീപ്പ് ഇട്ടോടത്ത് നമ്മൾ ഈ വേറെ വഴിയാണെങ്കിൽ തിരിച്ചെത്തും. എൻ്റെ ജീപ്പ് ഇട്ടോടത്ത് എത്തി ദെൻ നമ്മൾ ബേസ് ക്യാമ്പിൽ പോയി ബ്രഞ്ച് ഉണ്ടാവും. ബ്രഞ്ചൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് 1 മണിയാകുമ്പോൾ ചെക്കൗട്ടാണ്. ഇതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, സോ ഇന്ന് എനിക്കിന്ന് 49 ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഹൈക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ ടീമാണ്. ടീമിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും മീശപ്പുലിമല വരുന്നത്. എപ്പോൾ വന്ന് കണ്ടാലും എത്ര പ്രാവശ്യം വന്ന് കണ്ടാലും മീശപ്പുലിമല ഈസ് അടിപൊളി. സോ ബാക്കി കാഴ്ചകളും കൂടി ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഷജയ്, ഇതാണ് ലിവിൻ ആൻഡ് ഇതാണ് അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞത് നമ്മൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടോ. പൈൻ വാലിയും കഴിഞ്ഞത് ഈ ഒരു വഴി കൂടെ മുകളിലേക്ക് കയറിയാൽ നമുക്ക് നമ്മുടെ ജീപ്പിൻ്റെ അടുത്ത് എത്താം. നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരയാടുകളാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മേഞ്ഞ് അതിൽ നടപ്പുണ്ടാവും. അതിനെ തൊടാനോ അതിന് ഫുഡ് കൊടുക്കാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് കണ്ട് ആസ്വദിക്കാം. നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് വരുന്നത് വെയിറ്റ് ചെയ്ത് ജീപ്പുകാരുണ്ടാവേ. അപ്പം നമ്മൾ നേരെ വന്നു ജീപ്പിൽ കയറി ഇനി ബേസ് ക്യാമ്പിൽ പോയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിക്കാവേ. അപ്പോൾ കഴിച്ച് നമ്മുടെ മീശപ്പുലിമലയുടെ 2 ഡേ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞു. ട്രക്കിംഗ് കഴിഞ്ഞ് വന്നു, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പയ്യെ ഓരോരുത്തരായിട്ട് ഇതാ ജീപ്പിലൊക്കെ കയറി പോവാണ്. ലാസ്റ്റ് ജീപ്പിലാണ് ഞാൻ പോവുക. സോ എന്താണ് എല്ലാവരും പോകാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, പക്ഷേ ഞാൻ പറഞ്ഞാൽ മീശപ്പുലിമല എപ്പോഴും അടിപൊളിയാണ്. അപ്പോൾ ഇന്നും അടിപൊളിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. സോ അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ മീശപ്പുലിമല. എല്ലാവർക്കും മീശപ്പുലിമല ഇഷ്ടമായി എന്ന് കരുതുന്നു. ആൻഡ് ഓൾവേസ് വെൽക്കം. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ജീപ്പിന് ഞാൻ കയറിയേ. ഇങ്ങനെ ഈ ജീപ്പിന് കയറി നേരെ മൂന്നാർ എത്തുക. മൂന്നാറിൽ നിന്ന് അടുത്ത ബസ് കയറി എനിക്ക് നേരെ അടിമാലി എത്തണം. അടിമാലിയിൽ നിന്ന് നേരെ എനിക്ക് തൊടുപുഴ എത്തണം. ഇതാണ് എൻ്റെ ഒരു ട്രാവൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ബൈ ബൈ ഗൈസ്. അങ്ങനെ മീശപ്പുലിമലയിലെ യാത്രയും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ബൈ.